ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഇടതുപക്ഷവുമായി മത്സരിക്കുന്നതിനെതിരെ ഫാദർ ഫിലിപ്പ് പെരുന്നാട്ട് ഇടുക്കി രൂപതയിലെ വികാരിമാർക്ക് അയച്ചു കൊടുത്ത നോട്ടീസാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇടുക്കി രൂപത ഇടപെട്ട് ഈ നോട്ടീസ് മുക്കിവെച്ചിരിക്കുകയായിരുന്നു. ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് അന്ത്യകുദാശ എന്ന തലക്കെട്ടിൽ ഇറങ്ങിയിരിക്കുന്ന നോട്ടീസിൽ ജോയിസ് ജോർജിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ജോയിസ് ജോർജ് രക്ഷകനാണെന്നായിരുന്നു കരുതിയിരുന്നത്. അദ്ദേഹത്തിന് കഴിവില്ലെന്ന് ഇപ്പോൾ വ്യക്തമായി. കഴിഞ്ഞ 3 വർഷമായി ഇടുക്കിയിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഇപ്പോൾ സ്വന്തം ശവഘോഷയാത്ര നടത്തുകയാണെന്ന് നോട്ടീസിൽ പറയുന്നു. ഹർത്താലുകൾ നടത്തി ഇടുക്കിയെ കുട്ടിച്ചോറാക്കി. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നതിൽ രൂപതയ്ക്ക് യാതൊരു പങ്കുമില്ല. മതമില്ലാത്ത ജീവനും നികൃഷ്ടജീവി പ്രയോഗവും രൂപാത വൈദികൻ പ്രയോഗവും സെബാസ്റ്റ്യൻ കൊച്ചുപുര ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. വിമോചന സമരത്തിലെ രക്തസാക്ഷികളുടെ കല്ലറയിൽ പോയി സെബാസ്റ്റ്യൻ കൊച്ചുപുര മാപ്പപേക്ഷിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. ഇടുക്കിക്കാരെ ഇനിയും പറ്റിക്കാനാണ് കൊച്ചുപുര ശ്രമിക്കുന്നതെങ്കിൽ രൂപത പടിയടച്ച് പിണ്ണം വയ്ക്കുമെന്ന മുന്നറിയിപ്പോടെയാണ് നോട്ടീസ് അവസാനിക്കുന്നത്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയെ ഇടതുപക്ഷത്തിന്റെ പാളയത്തിലെത്തിക്കാനുള്ള ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയുടെയും ജോയിസ് ജോർജിന്റെയും നീക്കങ്ങളോട് രൂപതയിലെ വലിയൊരു വിഭാഗം വൈദികർക്കും എതിർപ്പുണ്ട്. UDF അനുകൂല നിലപാടുള്ള വികാരിമാരാണ് ഈ നോട്ടീസ് പുറത്തുവിട്ടതെന്നാണ് സൂചന. സനിൽ ഫിലിപ്പ്, റിപ്പോർട്ടർ, കോട്ടയം.